ഹായ്, ടെക് ആൻഡ് അഗ്രി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു 4 സ്റ്റോക്ക് ബ്രഷ് കട്ടർ മെഷീൻ റിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നോണം അതിന് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് അയച്ച് റിപ്പയർ ചെയ്യാം. മെഷീനുള്ളത് 4 സ്റ്റോക്ക് ഹോണ്ട മെഷീനാണ്. ഇവിടെ GX35 ആണ് എൻജിനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള മെഷീൻ 4 സ്റ്റോക്ക് മെഷീൻ വാങ്ങുന്ന സമയത്ത് തന്നെ മനസ്സിലൊരു ഊഹം വേണം. എന്ത് സ്പീഡ് കുറഞ്ഞ ഒരു മെഷീനാണെന്നുള്ളത്. മെഷീൻ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് ഫസ്റ്റ് ദിവസങ്ങളിലൊക്കെ നല്ല സ്പീഡ് കിട്ടും, അത് സ്വാഭാവികമാണ്. പിന്നീട് സാധാരണഗതിയിൽ ഇതിൻ്റെ സ്പീഡ് കുറയും. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഉപയോഗിച്ച അത്ര തന്നെ കിട്ടില്ല, സ്പീഡ് കുറഞ്ഞു പോകും. അപ്പം സ്പീഡ് കിട്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ 2 സ്റ്റോക്ക് മെഷീൻ തന്നെ വേണം എന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ മെഷീൻ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 4 സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ഒഴിക്കേണ്ടത്. 100 മില്ലിയാണ് ഓയിൽ ഒഴിക്കേണ്ടത്. 100 മില്ലി ഓയിൽ ഒഴിക്കണം എന്ന് പറഞ്ഞാൽ 10 മുതൽ 15 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 മില്ലി ഓയിൽ എഞ്ചിനിൽ ഒഴിക്കണം. അതും 2040 2T ഓയിലാണ് ഒഴിക്കേണ്ടത്. ഇത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ പറയാനുള്ളത്, മെഷീൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ, അത് സ്റ്റാർട്ടാവുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ റിപ്പയറിങ് വർക്ക് അറിയാത്ത നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ റീകോയിൽ ഒന്ന് വലിച്ചു നോക്കുക. എഞ്ചിൻപരമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് പൂര ചെയ്യുക. ഈ കംപ്രഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് പൂര ചെയ്യുക. അതായത് പിസ്റ്റൺ പോവുക, റിങ്സ് പോവുക, അതുപോലെ തന്നെ 4 സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ടൈമിംഗ് വീല് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരിക, പൊട്ടിപ്പോവുക, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് ഫ്രീ ആയിരിക്കും. ഇതിങ്ങനെ കംപ്രഷൻ കിട്ടില്ല. പിന്നെ പറയാനുള്ളത്, ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം, ഒരു ചെറിയൊരു കാര്യം കാണിച്ചു തരാനുള്ളത്. മൂടി അയച്ചെടുത്തിട്ട് ഇതാ ഈ ഭാഗമാണ് ടൈമിംഗ് വീലിൻ്റെ ഭാഗം. ഇതാണ് ഇവിടെ പ്രത്യേകിച്ച് കാണിച്ചു തരുന്നത്. ഇതിനുള്ളിലേക്ക് എയർ വലിക്കുന്ന പൈപ്പാണ്. നമ്മൾ ഇതിനുള്ളിൽ ടൈമിംഗ് വീല് പോയി എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്ത് നോക്കേണ്ടത്, ടൈമിംഗ് വീല് ഒരിക്കലും ലൂസായി പോകുന്ന ഒരു സംഭവമല്ല. ഈ വീല് ലൂസാകുന്ന ഒരു സംഭവമല്ല. ഇത് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ഈ വീലിനുള്ളിൽ ഒരു പല്ലുകളുണ്ട്. ഈ പല്ലുകൾ പൊട്ടിപ്പോയിട്ട് ടൈമിങ് തെറ്റിയിട്ട് സ്റ്റാർട്ടാവാത്തൊരു സംഭവം ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് വലിച്ചു നോക്കുന്ന സമയത്ത് ടൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷേ ഈ പല്ല് ഇതിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ, അതായത് 1 പല്ലോ 2 പല്ലോ ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ കംപ്രഷൻ കിട്ടും. പക്ഷേ അതിന് ടൈമിങ് കറക്റ്റ് അല്ലാതെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതൊന്ന്. പിന്നെ രണ്ടാമത്തത്, ഇവിടെയുള്ള ഈ വാൽവിൻ്റെ സ്പ്രിങ്, ഈ വാൽവിൻ്റെ ഈ സ്ക്രൂ ലൂസായി പോവുക. അതായത് കുറച്ച് മുകളിലേക്കോ അല്ലെങ്കിൽ ഓവറായിട്ട് ടൈറ്റ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഒരു 10 mm ഒരു ഷീറ്റ് വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കറക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. 4 സ്റ്റോക്ക് മെഷീൻ്റെ ഒരു പ്രത്യേകതയിൽ പെട്ടതാണ് ഈ ടൈമിംഗ് വീലും ഈ സ്പ്രിങ്ങുകളും വാൽവുകളും ഒക്കെ. ഈ വാൽവ് സെറ്റ് ചെയ്യുന്ന ഈ ഭാഗത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അഴിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ ടൂൾസുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഇത് അഴിക്കാൻ പാടില്ല. കാരണം തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലിത് അഴിക്കാൻ ഒരു കുറഞ്ഞ ഭാഗങ്ങളേ ഉള്ളൂ. ഈ വാൽവും ഈ ഇവിടെയുള്ള ഈ ഭാഗം, അതേപോലെ തന്നെ ഈ ടൈമിംഗ് വീലും ഈ ചെയിനും, അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇത് എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രാങ്കിലാണ് ഇത് വന്ന് നിൽക്കുന്നത്. സംഭവം നിസ്സാരമാണെങ്കിൽ പോലും ഒരു മില്ലി പോയിൻറ്റുകൾക്ക് സെറ്റ് ചെയ്യുന്നത് മാറിപ്പോയാൽ ഇത് പ്രശ്നമാണ്. റിപ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത് പിസ്റ്റൺ പോയി, റിങ്സ് പോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഇത് വലിച്ചു നോക്കിയിട്ട് ഇത് കംപ്രഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പതുക്കെ ഓരോരോ ഭാഗങ്ങൾ വലിച്ച് ഈ ബെൽറ്റ് കറക്കുന്ന സമയത്ത് ഏതെങ്കിലും ഇവിടെ നോക്കിയാൽ മതി, പല്ല് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു ഗ്യാപ്പ് കാണും. ഈ വീലിൽ ഇങ്ങനെ ടൈറ്റായി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ
ഒരു പല്ലുകളോ വീലുകളോ ഒന്നും ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. കാരണം അത്രയും ക്ലിയർ ആയിട്ടാണ് ഇതിൻ്റെ വീലും ഇതിൻ്റെ ഈ പല്ലുകളും കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റായി തോന്നുന്നത്. ഇവിടെ ശരിക്കും പല്ലുണ്ട്, ഈ വീലിൻ്റെ ഗാഡികളായിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ട്. അപ്പോൾ കാണാൻ പ്രയാസമാണത്. കണ്ടോ, ഇതിങ്ങനെ കറക്റ്റായിട്ട് കറക്കി നോക്കുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് കൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ ഈ വാൽവുകൾ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കവും തുറക്കുകയും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇത് ഒരു മില്ലിക്ക് പോയിൻ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ വാൽവ് താഴേക്ക് പോകുന്ന സമയത്ത് പിസ്റ്റണിൽ ചെന്ന് അടിക്കുകയാണ് ചെയ്യുക. അപ്പോഴും പ്രശ്നമാണ്. ഈ സമയത്ത് നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ഫിറ്റ് അയച്ച് എന്തെങ്കിലും ഇത് മാറ്റുന്ന ഏതെങ്കിലും വർക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം കൂടുതൽ എന്തെങ്കിലും മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞ സമയത്തൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. 4 സ്റ്റോക്ക് മെഷീനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നാലൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം കൂടി ഒന്നുകൂടി ഓർപ്പിക്കാം. ഇത് 4 സ്റ്റോക്ക് മെഷീൻ നമ്മൾ ഓയിൽ ഒഴിക്കാതെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിസ്റ്റൺ പിടിച്ചു എന്ന് പറയുന്നതിന് പകരം ആദ്യം ഒരുപക്ഷെ സംഭവിക്കുന്നത് എന്തായിരിക്കും, ഈ ചൂടായിട്ട് ഇതിൻ്റെ ഈ വീല്, ഈ ബെൽറ്റിൻ്റെ പല്ലൊക്കെ പോകാനാണ് കൂടുതൽ സാധ്യത. അതായത് ഇത് നേരെ ക്രാങ്കിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആ ക്രാങ്ക് കറക്റ്റായിട്ട് കറങ്ങാതെ ഇതിൻ്റെ പല്ല് പോകണം ആദ്യം ചെയ്യാം. പക്ഷെ അത് ആരും ശ്രദ്ധിക്കാറില്ല. ഇത് മാറ്റിയാൽ തന്നെ ഒരുപക്ഷെ ക്ലിയറായി മാറും. പിന്നീട് സംഭവിക്കുന്നത് റിങ്സാണ്. റിങ്സിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലെ ടൈറ്റായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരുപക്ഷെ തേയ്മാനങ്ങളാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് വലിച്ചാൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ പോരുകയും ചെയ്യും. ഇങ്ങനെ കംപ്രഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് പോരുകയും ചെയ്യും. ഇനി കൂടുതൽ അയച്ചുകൊണ്ട് ഇപ്പം ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടി പറഞ്ഞതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 4 സ്റ്റോക്കിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. പക്ഷേ ഇനി അങ്ങനെയൊന്നുമല്ല. ഞാനിത് ക്ലിയറായിട്ട് അയച്ച് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്കിത് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ഞാൻ തുടർന്ന കാലങ്ങളിലായിട്ട് ഇട്ട് തരും. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കുകയും ചെയ്യാം. 4 സ്റ്റോക്ക് ഉപയോഗിക്കുന്നവർക്ക് എല്ലാ സമയത്തും ടെൻഷനാണ്. കാരണം ഓയിൽ കുറവായിട്ട് കംപ്ലൈൻ്റ് ആയോ 8,000 മുതൽ 9,000 രൂപ വരെയാണ് ഇതിൻ്റെ ഈ ഓയിൽ ഒഴിക്കാതെ വർക്ക് ചെയ്താലുള്ള നമുക്ക് ചിലവായി വരുന്നത്. അപ്പം സാധാരണഗതിയിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ കൺഫ്യൂഷനും ടെൻഷനുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതായത് 4 സ്റ്റോക്ക് മെഷീൻ അയച്ചു നോക്കാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള എല്ലാ ടൂൾസുകളും ഇല്ലാതെ നമ്മളിത് 4 സ്റ്റോക്ക് അഴിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു ധാരണ ഇതിനെക്കുറിച്ച് വേണം, അല്ലാതെ അഴിക്കാനും പാടില്ല. അഴിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഈ വാൽവുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 10 mm ഒരു ഷീറ്റുണ്ട്. അത് കറക്റ്റ് ആ ഷീറ്റ് തന്നെ വേണം. അതിനൊരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ഫിറ്റിങ്സാണ് 4 സ്റ്റോക്കിൻ്റേത്. അപ്പോൾ തുടർന്ന് ഉള്ള ഭാഗങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തുടർന്നുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി എല്ലാവരും വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയിടാൻ മറക്കണ്ട. അപ്പം അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.